ഹായ് സുന്ദരീസ്, നമ്മുടെ അത്തം പത്തിന് പൊന്നോണം സീസൺ 8 ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇത്തവണ ആദ്യമായിട്ട് ഞാൻ ആലോചിച്ചു, ലോങ് ഫോർമാറ്റ് ചെയ്യണോ, ഷോർട്സ് മാത്രം മതിയോ. നമ്മൾ ഷോർട്സ് 1.5 മാസം മുമ്പേ സ്റ്റൈലിംഗ് വീഡിയോസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി 8 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസരമല്ലേ. അപ്പൊ പിന്നെ എന്തായാലും ചെയ്യാം. ഈവൻ ഇഫ് വ്യൂസ് കുറവാണെങ്കിൽ അത് സാരമില്ല, അത് കുഴപ്പമില്ല. എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് 2 സ്റ്റൈലിംഗ് ആണ് കേട്ടോ. 2 സാരീസ് ഉണ്ട്. ഒന്ന് ഓണം ഫംഗ്ഷന് പറ്റിയിട്ടുള്ളത്, 2 ഓണം ഫംഗ്ഷന് പറ്റിയിട്ടുള്ളതാണ്. പക്ഷെ ഒന്ന് കോളേജ് ഫംഗ്ഷനും ഒന്ന് നമുക്ക് ഫാമിലി ഫംഗ്ഷനും കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ളത് ഈ ഒരു ലുക്കും. ഇങ്ങനെ 2 തരത്തിലുള്ള ലുക്കാണ്. ജസ്റ്റ് ബ്ലൗസും അതേപോലെ സാരിയിലും വ്യത്യാസം ഉള്ളത് മാത്രമേ ഉള്ളൂ. മേക്കപ്പ് വളരെ സിമ്പിൾ ആൻഡ് ബേസിക് ആണ്, പക്ഷെ നല്ല ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയ ഫസ്റ്റ് തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനങ്ങളൊക്കെ തന്നെ, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഫസ്റ്റ് ടോണർ കേട്ടോ. ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടാവണം, ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലെ. ഇപ്പൊ എല്ലാവരും നല്ല എക്സ്പേർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ടോണർ, ഇത് പ്ലമ്മിന്റെ ടോണറാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. എഗെയിൻ പ്ലമ്മിന്റെ തന്നെ മോയ്സ്ചറൈസർ ആണ്. ഒരു ജെൽ ബേസ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ. മസാജ് ചെയ്ത് കൊടുക്കാം. ഓരോ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഗ്യാപ്പ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ട് പ്രോഡക്റ്റ് അബ്സോർബ് ചെയ്യും, അതിന്റെ ഒരു റിസൾട്ടും കിട്ടും കേട്ടോ. ഇപ്പൊ കുറച്ച് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സെറ്റ് ആവും കേട്ടോ. ഇങ്ങനത്തെ ഒരു കുട്ടി ഫാൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് ഈ മോയ്സ്ചറൈസർ ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അധികം സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടോ, പെട്ടെന്ന് ഇങ്ങനെ അബ്സോർബ് ആയി പൊക്കോളൂ. ഇതിനധികം വിലയൊന്നും ഇല്ല കേട്ടോ. അന്ന് മേടിച്ചു വെച്ചാൽ മതി. പക്ഷെ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം യൂസ് ചെയ്യാം. ഇത് ഞാൻ മേടിച്ചിട്ട് 3 വർഷമെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സെറ്റായി. ഇനി നമുക്ക് സൺസ്ക്രീൻ ഇടാം. ഇത് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ആണ്. അത് പിന്നെ ഒട്ടും പിശുക്കണ്ട, കുറച്ചധികം തന്നെ ഇടണം. പിന്നെ ഈ സൺസ്ക്രീൻ ഉണ്ടല്ലോ, നമുക്ക് ഇതിന്റെ മീതെ മേക്കപ്പ് ഇട്ടാലും യാതൊരു തരത്തിലും വ്യത്യാസം വരുന്നില്ല. ചില സൺസ്ക്രീനിന്റെ മീതെ നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആകെ ഓക്സിഡൈസ്ഡ് ആയി കളറൊക്കെ മാറും കേട്ടോ. പക്ഷെ ഇതെനിക്ക് അത്ര അങ്ങനത്തെ ഒരു ടൈപ്പായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല പെട്ടെന്ന് അബ്സോർബ് ആവുകയും ചെയ്യും. വൈറ്റ് കാസ്റ്റും ഇല്ല, നല്ല ബ്രാൻഡും ആണ്, അത്യാവശ്യം അഫോർഡബിളും ആണ് കേട്ടോ. മസാജ് ചെയ്ത് കൊടുക്കേ. ഇനി പ്രൈമർ, ഇത് സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമർ ആണ് കേട്ടോ. ഇത് സിലിക്കൺ ബേസ്ഡ് പ്രൈമർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഓയിലി ഫീൽ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാനും, അത് മാത്രല്ല നമുക്കിവിടെ കുഞ്ഞു കുഞ്ഞു പോഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് നല്ലതാ. കണ്ടോ, ഇപ്പൊ തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാം ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ട് കേട്ടോ സ്കിന്നിൽ. ഇതിന്റെ മീതേക്ക് നമ്മൾ ഇനി ഏത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും നല്ലോണം ഗ്ലൈഡ് ചെയ്യും. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നോ അതൊക്കെ ഇങ്ങനെ പിരിപിരാന്നുണ്ടാവും കേട്ടോ, ഭയങ്കര പാച്ചി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ബേസ് മേക്കപ്പിന് ഞാൻ എപ്പോഴും ചെയ്യണ പോലെ തന്നെ 2 പ്രോഡക്ട്സ് ആണ് മെയിൻ ആയിട്ട് എടുക്കുന്നത്. ഒന്ന് കൺസീലറും ഒന്ന് ബ്ലഷും. കൺസീലർ വന്നിട്ട് മെബ്ലിന്റെ 50 ആണ് കേട്ടോ ഷെയ്ഡ്. അത് കണ്ണിന്റെ താഴെ മെയിൻ ആയിട്ട് ഈ ഡാർക്ക്നെസ് ഉള്ള ഭാഗത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ താടിയുടെ അവിടെ എനിക്ക് അത്യാവശ്യം ഡാർക്ക്നെസ് ഉണ്ട്, അതേപോലെ ഈ ഭാഗത്തുണ്ട്. അപ്പൊ അതാത് ഭാഗത്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ വേണ്ടത് നമുക്ക്? ഇനി ബ്ലഷ് വന്നിട്ട് ഇത് ഷുഗർ റഷ് എന്ന് പറഞ്ഞിട്ട് മാർസിന്റെ ആണ് കേട്ടോ. ഇത് എടുത്തിട്ട് കുറച്ച് മതി ശരിക്കും ഇത്. പക്ഷെ എനിക്ക് ബ്ലഷിനോട് ഒബ്സഷൻ ഉള്ള കാരണം ഞാൻ കുറച്ച് അധികം ഇട്ടുന്നില്ല. പിന്നെ ഉണക്കില്ല, തിളങ്ങി അങ്ങോട്ട് പ്ലും നിൽക്കട്ടെ. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു നമുക്ക് ബ്രഷ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ബ്രഷ് വെച്ചിട്ട് തന്നെ ബ്ലഷ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്ലഷ് ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കൺസീലർ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതാ കുറച്ച് അധികമായിട്ട് തോന്നും ബ്ലഷ്, പക്ഷെ ലാസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് തന്നെ കണ്ണിന്റെ താഴെ ഞാൻ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ താടിയുടെ അവിടെ ഈ ബ്ലഷിന്റെ കളർ കുറച്ച് ഈ ബ്രഷിൽ ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ ഈ കൺസീലറിൽ മിക്സ് ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ലൊരു ഫിനിഷ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഈ മേക്കപ്പ് ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മള് ഇങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ. പതുക്കെ നമുക്ക് ആ ഒരു വഴക്കം കിട്ടും. ഇനി ഒന്നും കൂടി ഞാൻ ചെറിയ ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ലിക്വിഡ് ഹൈലൈറ്റർ ഇല്ലേ, ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ആ ഒരു ഷൈൻ, അങ്ങനെ ഒരു ഗ്ലോ പോലെ ഇല്ലേ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതും എടുക്കാം. ഇത് കുറെ പേർക്ക് ഇഷ്ടമല്ല, അങ്ങനെയാണെങ്കിൽ എടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇവിടെ 2 കുത്ത്. എന്നിട്ട് ഇത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ, എന്നാലും കുറച്ചും കൂടി നന്നാവുക.
ഇനി സ്പഞ്ച് വെച്ചിട്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ബ്ലഷ് ഇതിന്റെ കൂടി ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പൊ രണ്ടും കൂടി ആവുമ്പോ ഒന്നും കൂടി രസമായിട്ടുണ്ടാവേ. ബ്ലെൻഡ് ടൈം എടുക്കുക. ധൃതി പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ സെറ്റ് ആവില്ല. കഴിഞ്ഞു. ഇത് നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ്. ആ ഒരു ഗ്ലോ ആയിട്ടുണ്ടാവും, നല്ല രസം. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതൊന്ന് സെറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ലൂസ് പൗഡർ എടുക്കാം. ഇത് മാർസിന്റെ ലൂസ് പൗഡർ ആണ് കേട്ടോ. ലൂസ് പൗഡറിന്റെ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ലൂസ് പൗഡർ കുറച്ചെടുത്തിട്ട് കണ്ണിന്റെ താഴെ, മെയിൻ ആയിട്ട് നമ്മൾ കൺസീലർ ഇട്ട ഭാഗത്ത് കേട്ടോ, അധികം ഈ ഹൈലൈറ്റർ ഇട്ട ഭാഗത്തേക്ക് കൊണ്ടുവരണ്ട കേട്ടോ. ആ ഒരു ഷൈൻ നമുക്ക് കളയണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ ഇതാ ഈ ഭാഗത്ത് നമ്മൾ കൺസീലർ നിറയെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ കേട്ടോ മതി. ഇനി ഇത് തട്ടിക്കളയുമ്പോൾ ഈ കൺസീലറും അല്ലെങ്കിൽ ബ്ലഷ് ഒക്കെ ഇട്ട ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ടാവും. എന്നാൽ ഇവിടെ ഒരു ഷൈനും ഉണ്ടാവും. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഐ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് തട്ടിക്കളഞ്ഞാൽ മതി. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ആവട്ടെ. ഇത് ഐ മേക്കപ്പിന് ഞാൻ ഇത്തവണ വേറെ ഐ ഷാഡോ ഒന്നും എടുക്കുന്നില്ല. നമുക്ക് ആ ബ്ലഷ് എടുക്കാം കേട്ടോ. ഈ ബ്ലഷിന്റെ കളറും നല്ലതാണ്. ഇത് വന്നിട്ട് പീച്ച് പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് കുറച്ചെടുത്തിട്ട് കണ്ണിന്റെ മീതെ ഇടുക. എന്നിട്ട് നമ്മുടെ കയ്യിലെ ബ്രഷോ അല്ലെങ്കിൽ ഈവൻ ഫിംഗേഴ്സ് വെച്ചിട്ടാണെങ്കിലും അത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഐ ഷാഡോ ഇടണമെങ്കിൽ ഇടാം. ഞാനിങ്ങനെ കൂടുതൽ പ്രോഡക്ട്സ് ഇനി വേണ്ടല്ലോ, നമുക്ക് ഉള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ലുക്ക് സെറ്റ് ആക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. ഇപ്പൊ ബ്ലഷ് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസല്ലേ, ഒരു ഐ ഷാഡോ ഇട്ട പോലെ തന്നെ ഉണ്ട്. എന്നാ ഒരു ചെറിയൊരു ബ്ലഷിന്റെ ആ ഒരു തുടിപ്പില്ലേ, അതും നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി ആ ഒരു ഷൈൻ വേണമെങ്കിൽ ഈ ഹൈലൈറ്റർ ഉണ്ടല്ലോ, ഇത് തന്നെ കുറച്ചും കൂടി എടുത്തിട്ട് ഇതിന്റെ മീതെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മാത്രം നടുക്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പൊ ആ ഒരു ഷൈനും ഉണ്ടാവും കേട്ടോ. വിരല് വെച്ചിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് സെറ്റ് ആക്കുക. കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കണ്ണെഴുതാം. കണ്ണെഴുതാനായിട്ട് നമുക്ക് ഏതെടുക്കാം? നമുക്ക് റിനെ കാജൽ എടുക്കാം. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ബെസ്റ്റ് കാജൽസ് എന്ന് പറഞ്ഞിട്ട് 5 റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ റിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. റിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 പറയായിരുന്നു അല്ലെ. ഞാനിങ്ങനെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു 5 എന്നുള്ള രീതിയിൽ എടുത്തായിരുന്നു. പക്ഷെ ഞാൻ വിട്ടുപോയതാ ഇത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. സാരില്ല. പക്ഷെ എന്നിരുന്നാലും കെ ബ്യൂട്ടി ആണ് എനിക്ക് റിനെ കാജലിനെക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ കൂടി അഫോർഡബിൾ ആയിട്ടുള്ളത് റിനെ കാജലാണ്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഇന്നത്തെ അഫോർഡബിൾ ലുക്ക് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മളൊന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുക. ഇത് മറക്കരുതേ, ടൈറ്റ് ലൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് കൺപീലിയുടെ ആ ഒരു ലുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ കൺപീലിക്ക് തീരെ തിക്നെസ് ഇല്ലാത്ത പോലെ ഉണ്ടാവും കേട്ടോ. എസ്പെഷ്യലി എൻ്റെ ഒക്കെ തിന്നായിട്ടുള്ള കൺപീലിയ. കണ്ണിന്റെ താഴെ നോക്കിയിട്ട് എഴുതിയാൽ മതി. ഞാൻ അങ്ങനെ കണ്ണിന്റെ താഴെ അധികം എഴുതാറില്ല കേട്ടോ. കണ്ണിന്റെ താഴെ എഴുതുമ്പോൾ കുറച്ചുകൂടി ചെറുതാവണ പോലെ തോന്നും. ഇൻ കേസ് എഴുതണമെങ്കിൽ തന്നെ ഒരു പൊടിക്ക് മാത്രം എന്താ ഔട്ടർ കോർണേഴ്സിൽ ഈ ഉള്ളില് എഴുതുന്നതിന് പകരം ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഇതാ പുറത്ത് ഒന്ന് എഴുതി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് നമുക്ക് എഴുതി കൊടുക്കുക. അപ്പൊ ഒരു ഡോളൈ പോലെ ഉണ്ടാവും. ജസ്റ്റ് ഇങ്ങനെ ഔട്ടർ കോർണർ ഉണ്ടല്ലോ, അവിടേക്കൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക, മാല് പോലെ. ഇനി നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ കാജൽ വെച്ചിട്ട് തന്നെ എഴുതിയിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അത് നല്ലൊരു ലുക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് വേണോ അതോ ഐലൈനർ എഴുതണോ? ഏതാണ് കൂടുതൽ നന്നാവുക? നമുക്ക് ഐലൈനർ എഴുതാം. കുറെ പേർക്ക് അതാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് റിനയുടെ ഐലൈനർ തന്നെ എടുക്കാം കേട്ടോ. മിഡ് നൈറ്റ് ഐലൈനർ നല്ല ഐലൈനർ ആണ്. ജസ്റ്റ് നമുക്ക് വാല് വരയ്ക്കുക. കുറച്ചൊന്ന് വലിച്ചു പിടിച്ചിട്ട് ഈ വാലിന്റെ അവിടെ നിന്നിങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കണ്ടോ? അതായത് ഇന്നർ കോർണറിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതേപോലെ എക്സ്റ്റെൻഡും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പൊ ലൈനർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇന്നർ കോർണേഴ്സിൽ ഏറ്റവും തിന്നായിട്ടും നടുവിലേക്ക് വരുമ്പോൾ കുറച്ച് തിക്നെസ്സും കൂടിയിട്ട് ആ തിക്നെസ്സിൽ തന്നെ ഇതേപോലെ വാല് വരച്ചെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഭംഗി. ഇന്നർ കോർണേഴ്സിൽ തിക്നെസ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു അഭംഗിയാണ് കേട്ടോ. ശരിക്കും സ്മഡ്ജ് ചെയ്തെടുക്കുന്ന ലുക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ കുറെ പേർക്ക് ഈ ലുക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ തന്നെ ഈ കണ്ണ് എഴുതാന്നുള്ളതാണ് ടാസ്ക് ഉള്ളത്. ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചടപടയെന്നെല്ലാം ചെയ്യും. ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് ജസ്റ്റ് ഒരു വാല് കൊടുക്കുക. വാലൊക്കെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലും നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതൊക്കെ കണ്ടോ, നഖം വെച്ചിട്ട് ഒന്നിങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഈ വാലിന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചെയ്ത പോലെ
ഇന്നർ കോർണേഴ്സ് വരെ വേണ്ട, മിഡിൽ വരെ കൊണ്ടുവന്നു ഞാൻ. ഇപ്പൊ തന്നെ ഒരു ഔട്ട്ലൈൻ ആയല്ലോ. എന്നിട്ട് നമുക്ക് ലൈറ്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് എപ്പോഴും ലെഫ്റ്റ് കണ്ണാണ് കേട്ടോ ബുദ്ധിമുട്ടായിട്ടുള്ളത്. റൈറ്റ് ഭയങ്കര ഈസിയാ. എല്ലാവർക്കും അങ്ങനെ ഒരു കണ്ണ് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ വളരെ സക്സസ്ഫുള്ളി കണ്ണ് എഴുതിയിരിക്കുകയാണ്. ഇനി നമുക്ക് മസ്കാര ഇടണം. മസ്കാര ഇടുന്നേക്കാട്ടിന് മുന്നേ ലാഷ് കേൾ ചെയ്യണം കേട്ടോ. ലാഷ് കേൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈനർ എഴുതിയിട്ടുള്ള കാരണം അധികം കാര്യമായിട്ട് റൂട്ട്സിനോട് അടുപ്പിക്കാൻ നമുക്ക് പറ്റില്ല, കാരണം ഈ ഐലൈനർ മാഞ്ഞു. അത് ഞാൻ ലൈറ്റ് ആയിട്ടൊന്ന് ഒരു ചെറിയ രീതിയിലേ ഒന്ന് കേൾ ചെയ്ത് കൊടുക്കണുള്ളൂ. ഇത് മതി കേട്ടോ. ഇനി നമുക്ക് മസ്കാര ഇടാം. മസ്കാര നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നോക്കുകയാണെങ്കിൽ മാർസിന്റെ അടിപൊളിയായിട്ടുള്ളതാണ്. ഇനി നമുക്ക് റൂട്ട്സ് മുതൽ മുകളിലേക്ക് ഇതിന്റെ ലെങ്തനിങ് ബ്രഷ് വെച്ചിട്ട് നമ്മളിങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ഹൂഡയുടെ അടിപൊളിയാണ് കേട്ടോ, ഇതിലും അടിപൊളിയാണ് ശരിക്കും. പക്ഷെ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ അധികമാണ്. ഓക്കെ, അതേപോലെ വോളിയം മസ്കാര എടുക്കുക. ജസ്റ്റ് ഇതിന്റെ മീതെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. മുകളിൽ മാത്രല്ല, നമുക്ക് താഴെയും കൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ സാധാരണ ഒരു സ്പൂളി, അത് വെച്ചിട്ട് ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോ എന്താ വെച്ചാൽ മസ്കാര ഇൻ കേസ് കട്ട കൂടിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള കൺപീലിയായി മാറിക്കോളും. അല്ലെങ്കിൽ ഇങ്ങനെ മസ്കാര ഇട്ടിട്ടുണ്ടെന്ന് വല്ലാണ്ട് അറിയുന്ന പോലെ ആയിരിക്കും കേട്ടോ. അപ്പൊ അതും കഴിഞ്ഞു. ഇനി നമുക്ക് ഐബ്രോസ് എഴുതാം. ഐബ്രോസ് നമുക്ക് മാർസിന്റെ ഈ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് എഴുതാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഇപ്പോ കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ. ജസ്റ്റ് ഐബ്രോസ് ഇതേപോലെ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കും കേട്ടോ. അങ്ങനെയാകുമ്പോ ഐബ്രോസിന്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനെ നമ്മള് വരച്ചു കൊടുക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫിനിഷ് ഉണ്ട് കേട്ടോ. എഴുതിയിട്ടുണ്ടെന്ന് അറിയേയില്ല, എന്നാ നമ്മൾ എഴുതിയിട്ടുണ്ട് താനും. എന്നിട്ട് ഇങ്ങനെ ഇരി കൊടുക്കുക കേട്ടോ. ഇതേപോലെ അപ്പുറത്തെ സൈഡും ചെയ്യാം. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. അപ്പൊ വളരെ ലൈറ്റ് ഹാൻഡ് ആയിട്ട് ചെയ്താൽ മതി, കാര്യമായിട്ട് അമർത്തി ചെയ്യണ്ട, എന്നാലേ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് ഉണ്ടാവുള്ളൂ. നമുക്ക് ഇടയിൽ വല്ല രീതിയിൽ ഷേപ്പ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. ഈ ടെക്നിക്ക് നല്ലതാ, ട്രൈ ചെയ്ത് നോക്കൂ. ജസ്റ്റ് 200 രൂപയുടെ ഐബ്രോ പെൻസിലാണ്. പെൻസിലല്ല, ആക്ച്വലി മൈക്രോ പെൻസിൽ എന്ന് പറയില്ലേ നമ്മള്, അതുപോലത്തെയാണ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഡൺ ആണ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇടാം കേട്ടോ. ലിപ്സ്റ്റിക് ഇടുന്നേക്കാട്ടിന് മുമ്പ് നമുക്ക് ലിപ് ലൈനർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യണം. അപ്പൊ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനർ തന്നെയാണ് യൂസ് ചെയ്യണത്. ജസ്റ്റ് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ലൈറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക് കുറെ കൂടി ലോങ് ലാസ്റ്റിംഗ് ആവുകയും അതുപോലെ നമുക്ക് വേണ്ട കളർ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോ ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ലിപ്സ്റ്റിക് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ കയ്യിൽ ഖൂബ്സൂരത് ഷെയ്ഡ് ഉണ്ടാവും അല്ലേ. ഇതൊരിടയ്ക്ക് ഭയങ്കര പോപ്പുലർ ആയിരുന്നു, നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബ്രൗണും അതേപോലെ ഈ ഒരു ഷെയ്ഡും കൂടി വരുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാനായിട്ട്. ഈ പൗഡറൊക്കെ ഇനി തട്ടിക്കളയാം. കണ്ടപ്പോ ബ്ലഷ് ഒക്കെ പക്കയായില്ലേ, കറക്റ്റ് ആയില്ലേ? അങ്ങനെ അധികമൊന്നും ഇല്ല, അത് എനിക്ക് തോന്നുന്നു. ഇല്ല കേട്ടോ, അധികമൊന്നുമില്ല. ബ്ലഷ് ഹൈലൈറ്ററും ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കളയാ കേട്ടോ, ലൈറ്റ് ആയിട്ട് തട്ടിക്കളഞ്ഞാൽ മതി. ഇനി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ന്യൂഡ് മാറ്റ് ലിപ്സ്റ്റിക് ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ചിക്ക് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇത് അങ്ങനെ തന്നെ ഇടുമ്പോൾ ഒരു ഭംഗിയില്ല, പക്ഷെ നല്ല ലിപ്സ്റ്റിക്കാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആ. ഇതൊന്ന് ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി, നല്ല ലോങ് ലാസ്റ്റിംഗ് ആവും. ഇതിപ്പോ എന്തായാലും ഒരു 4-5 മണിക്കൂർ ഈ ലിപ്സ്റ്റിക് അങ്ങനെ നിൽക്കൂട്ടോ. ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഇനി ഫൈനലി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ, അതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നോക്കുകയാണെങ്കിൽ ഇൻസൈറ്റിന്റെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ. ഇതെനിക്ക് കുറച്ച് ഉപയോഗിച്ച് നോക്കിയാൽ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള സ്വിസ് ബ്യൂട്ടി ബ്ലൂ ഹെവൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. മാർസിന്റെയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സ്വിസ് ബ്യൂട്ടിയുടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ഇൻസൈറ്റിന്റെ ആണ്. ഇതൊന്ന് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്യാം, എന്നിട്ട് കണ്ണിലാക്കണ്ട കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് കണ്ണൊന്ന് മറച്ചിട്ടേ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അപ്പൊ തന്നെ ഫാൻ വെച്ചിട്ടൊന്ന് ഉണക്കുക കേട്ടോ. ഇനി ഇത് സെറ്റ് ആയിക്കോളും. ഈ ഒരു മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു ഫുൾ ഡേ, ഓണം സെലിബ്രേഷൻ ആണെങ്കിലും ഒക്കെ ഇത് ഇങ്ങനെ ലാസ്റ്റ് ചെയ്യൂട്ടോ. കാരണം നമുക്ക് ആകെ ഒരു മേക്കപ്പിന്റെ ഒരു ലെയർ ആയിട്ട് നമ്മുടെ സ്കിന്നിനുള്ളത് കുറച്ച് കൺസീലർ, അത് വേണ്ട ഭാഗത്ത് കുറച്ച് ബ്ലഷ്, ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കണ്ണിലും അതും കുറച്ച് ബ്ലഷും, പരക്കാത്ത കാജലും, അതേപോലെ തന്നെ
ഐലൈനറും ആണ്, മസ്കാരയും ആണ്, പിന്നെ ലിപ്സ്റ്റിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പൊ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. പ്രോഡക്ട്സ് അടിപൊളിയാണ്, അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളി പ്രോഡക്ട്സ് ആണ്. ഇനി നമുക്ക് ഔട്ട്ഫിറ്റിലേക്ക് കടക്കാം. ആദ്യം എന്താ വേണ്ടത്? നമുക്ക് കോളേജിലേക്ക് പറ്റിയ ഔട്ട്ഫിറ്റ് വേണോ അതോ ഓഫീസിലേക്ക് പറ്റിയ ഔട്ട്ഫിറ്റ് വേണോ? കോളേജിലേക്ക് പറ്റിയ ഔട്ട്ഫിറ്റ് നോക്കാം അല്ലെ. അപ്പൊ കോളേജിലൊക്കെ പോണ കുട്ടികൾക്ക് ആണെങ്കിലുണ്ടല്ലോ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഓൺലൈനായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് 250 രൂപയ്ക്ക്. നമ്മൾ കഴിഞ്ഞ ഓണത്തിന് ഇത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഒരു പേർപ്പിൾ ബ്ലൗസ് വെച്ചിട്ടല്ലേ നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ കുറെ വീഡിയോസ് നമ്മളത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ സാരി. അപ്പൊ ഇത്തവണ നമ്മൾ സ്റ്റൈൽ ചെയ്യണത് ഈ കോട്ടൺ ബ്ലൗസ് വെച്ചിട്ടാണ്. ഈ കോട്ടൺ ഫാബ്രിക് 100 രൂപ മുതൽ ഒരു 500 രൂപ വരെയൊക്കെ ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഒരു മീറ്റർ മേടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1.25 മീറ്റർ മേടിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഫുൾ സ്ലീവ് ബ്ലൗസ് തുന്നാൻ പറ്റുന്നതാണ് കേട്ടോ. ഇങ്ങനെ കപ്പൊക്കെ വെച്ച് ബാക്കിൽ നല്ല കട്ടൊക്കെ ആക്കി കൊടുത്ത് അങ്ങനെ തുന്നി എടുത്താലും വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ബ്ലൗസ്. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്താലോ. അതിനെക്കാട്ടും മുന്നേ നമുക്ക് സാരി ഡ്രേപ്പിംഗ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം. പ്ലീറ്റ്സ് എടുക്കാനായിട്ട് ഫസ്റ്റ് തന്നെ സാരി എങ്ങനെയാന്നുള്ളതൊന്ന് വെച്ച് നോക്കണേ. കാരണം താഴെയാണ് ആ വീതിയുള്ള ബോർഡർ വരുന്നത്. കറക്റ്റ് തന്നെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എത്ര ചെറിയ പ്ലീറ്റ്സ് എടുക്കണോ അത്രയും എടുക്കാം. ഭംഗി തന്നെയാണ് ഇത് കാണാനായിട്ട്. എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. കുറെ പേർക്ക് അത്ര ശരിയായില്ല, കുറെ പേർക്ക് അത്ര ഇഷ്ടമല്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്ന കേട്ടോ. നോക്കട്ടെ ഇത്തവണ ശരിയാവോ എന്നുള്ളത്. ഇനി നമുക്കൊരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇതേപോലെ സെക്യൂർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്നില്ലെങ്കിൽ വാതിലിന്റെ അവിടെയോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ക്ലോത്തിങ് സ്റ്റാൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതിയാവും കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇതേപോലെ എടുക്കാവുന്നതാണ്. ഇതേപോലെ കൈവച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കുക. ഇനിയില്ലേ നമുക്കിതൊന്ന് വീഴല്ലേ സ്ട്രെയിറ്റ്നർ വെച്ചിട്ടൊന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ കറക്റ്റ് പ്ലീറ്റ്സ് ഇങ്ങനെ ഇരുന്നോളും. ഓക്കെ, ഇനി നമുക്ക് സാരി എടുക്കാം. അപ്പൊ ഇതാ കറക്റ്റ് നമ്മൾ പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നിൽ എത്ര ലെങ്ത് വേണം നോക്കിയിട്ട് റെഡി ആക്കാം. എന്നിട്ട് ഇതാ ബാക്കി ഭാഗം നമുക്ക് ശരിയാക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇതേപോലെ വലിച്ച് കുറച്ചും കൂടി ഒന്ന് താഴത്തേക്ക് ആക്കിയിട്ട് പിൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതാ ബാക്കിയുണ്ട്. ഇത് ഇഷ്ടംപോലെ ബാക്കിയുണ്ട് കേട്ടോ. കാരണം നമ്മൾ ബ്ലൗസ് പീസ് വെട്ടിയെടുത്തിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടത്തെ പ്ലീറ്റ് കുറച്ച് കാര്യമായിട്ട് തന്നെ എടുക്കാം. ഇതേപോലെ മടക്കി ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആക്കി എടുക്കാം. ഒരു 3 to 4 എടുക്കാവുന്നതാണ്. കുറച്ച് നീക്കി നമുക്കൊന്ന് ടക്കിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള സാരി വെച്ചിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് വീതിയുള്ളത് എടുക്കാം, കാരണം ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമുക്ക് ഒന്നിനു ശേഷം ഒന്നായിട്ട് പ്ലീറ്റ്സ് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. 3, 4, 5, 6, 7, 8, 9 ഉണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ പകുതിയായിട്ട് നിൽക്കുന്ന പ്ലീറ്റാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റത്തെ പ്ലീറ്റിലേക്ക് കുറച്ചധികം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഭംഗിയിൽ അങ്ങോട്ട് നിന്നോളും. നീളമൊക്കെ കറക്റ്റ് അല്ലേ നോക്കാം. എവിടെയാണോ പിൻ ചെയ്യേണ്ടത് അവിടെ വെക്കുക കേട്ടോ. നീറ്റായിട്ട് ഉള്ളിലേക്ക് ആക്കി വെക്കുക. നല്ല പൊക്കമുള്ളവർക്ക് ഈ സാരിയുടെ ലെങ്ത് ചിലപ്പോൾ മതിയാവില്ല. അപ്പൊ അതൊന്ന് നോക്കണേ. ഒരു 5 വരെ ഓക്കെ ആയിരിക്കും. അതിനും മീതെ പൊക്കമുള്ളവർക്ക് എന്തായാലും ബുദ്ധിമുട്ടാവും കേട്ടോ. നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കണമെങ്കിലും ആവാട്ടോ. പിൻ ചെയ്യാം. ഇനി നമുക്ക് ആക്സസറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഗോൾഡൻ കരയായതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡൻ ചോക്കറും അതേപോലെ തന്നെ കമ്മലുമായിട്ട് വരുന്നില്ലേ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സ്റ്റൈൽ ചെയ്യാം. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇത് ഇങ്ങനത്തെ സിൽവർ, അതിൽ കുറച്ചിങ്ങനെ ഗോൾഡൻ ടച്ച് വരുന്ന ജുംകാസ് ഒക്കെ ഉണ്ടാവില്ലേ, അത് മാത്രം തന്നെ ഇട്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ മാലയും വളയുടെ ഒന്നും ആവശ്യമില്ല. അത് നല്ല ഭംഗിയുള്ള ഒരു ലുക്കാണ്. കുറെ നമുക്ക് ഈ ഓക്സിഡൈസ് ജ്വല്ലറീസ് കിട്ടുമല്ലോ, ശരിക്കും ഇതിന്റെ ഒപ്പം പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് ഒരു സെക്ഷൻ എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നന്നായിട്ട് പിന്നിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കൊരു ഈർക്കിടി സ്ലൈഡ് വെച്ചിട്ട് പിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ താഴേന്നും ഒരു ചെറിയ സെക്ഷൻ എടുത്തിട്ട് ഇതേപോലെ പിരിച്ച് കൊണ്ടുവന്നിട്ട്
അതിന്റെ പിന്നിലേക്കായി കൊണ്ടുവന്ന് നമുക്കൊരു ഇർക്കിലി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. ഒരു സെക്ഷനും കൂടി എടുക്കുക. ഇത് പിരിച്ച് കൊണ്ടുവന്നിട്ട് പിന്നിലേക്ക് ആക്കിയിട്ട് അടുത്തൊരു ഇർക്കിലി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ കുറച്ചൊന്നിങ്ങനെ വിടർത്തി കൊടുക്കാം പിന്നിന്ന് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്നും സെയിം സാധനം തന്നെ ചെയ്യാം കേട്ടോ. ഇത്തവണ പിരിച്ചു കൊണ്ടുവരുമ്പോഴുണ്ടല്ലോ ഈ അറ്റത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇർക്കിലി സ്ലൈഡ് വെക്കാം. അതേപോലെ തന്നെ അടുത്തൊരെണ്ണം. അങ്ങനെ 3 സെക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ എടുക്കണേ. ഇവിടെ ഇങ്ങനെ ഇർക്കിലി സ്ലൈഡ് വെക്കാം. നെക്സ്റ്റ് ഇർക്കിലി സ്ലൈഡ് എടുക്കാം, പിൻ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് കഴിയും, പക്ഷെ കുറച്ചും കൂടി ഒരു നീറ്റ് അങ്ങനത്തെ ഒരു ലുക്ക് ഉണ്ടാവും. ലോങ് ഹെയർ ആണെങ്കിലും ശരി, ഷോർട്ട് ഹെയർ ആണെങ്കിലും ഒരേപോലെ ചെയ്യാവുന്നതാണ്. അപ്പൊ പിന്നിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. എനിക്ക് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണാത്ത കാരണം അറിയുന്നില്ല, പക്ഷെ എനിക്ക് ഫ്രണ്ടിന്ന് കണ്ടപ്പോ ഞാൻ ഒരിക്കൽ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. ഇനി നമുക്ക് മുല്ലപ്പൂ വെക്കാം. അത് റിയൽ മുല്ലപ്പൂ അല്ല കേട്ടോ, ഫേക്ക് മുല്ലപ്പൂ ആണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചാൽ എന്റെ മുടിക്ക് അത്ര ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ചേരില്ല. ഇങ്ങനെ വെക്കാം, ഇത് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്റെ വളയാത്തല്ലേ, ഇത് ഭയങ്കര കട്ടി തെർമോക്കോളം ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, ഈ മുല്ലപ്പൂക്ക് കൊഴിഞ്ഞു പോകുന്നുണ്ട് ദൈവം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെക്കാല്ലേ അല്ലേ നല്ലത്? അതെ, ഇങ്ങനെ വെക്കാം. അഗെയിൻ അതിന് നമുക്ക് ഇർക്കിലി സ്ലൈഡ് അല്ലെങ്കിൽ യൂപ്പിൻ എടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു യൂപ്പിൻ വെച്ചിട്ട് ഇതിരിക്കാൻ ചാൻസ് ഉള്ളൂ. ഇർക്കിലി സ്ലൈഡിൽ കൊള്ളുന്നു തോന്നുന്നില്ല കേട്ടോ. ഓക്കെ, വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ശരിക്കുള്ള മുല്ലപ്പ് വെച്ചാൽ മതി. എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ വെക്കണമെന്നേ ഉള്ളൂ. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതും വെക്കാം. ഫോട്ടോക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ. ഇനി മസ്റ്റ് ആയിട്ട് വേണ്ടത് ഒരു ഗോപിപ്പുട്ട്. എനിക്ക് ഗോപിപ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് ഒരുങ്ങിയില്ലേ? അതേ നേരമൊന്നും വേണ്ട. സിമ്പിൾ മേക്കപ്പും സിമ്പിൾ ഡ്രീപ്പിങ്ങും. അധികം പൈസ ആവില്ല കേട്ടോ, പക്ഷെ നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടാവും. നല്ല കംഫർട്ടബിൾ ആണ്. ഈ കോട്ടൺ ബ്ലൗസും കൂടി ആയതുകൊണ്ട് ഫുൾ സ്ലീവ് ആണെങ്കിലും യാതൊരു തരത്തിലും ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഈ ഭാഗത്തുണ്ടല്ലോ കുറച്ച് ലൂസായിട്ട് തുന്നണമെന്നേ ഉള്ളൂ. അതായത് തുന്നുമ്പോ ഈ അളവെടുക്കുക. കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ടുള്ള അളവ് ഇവിടെ എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് സ്ലീവ്സ് തുന്നുക കേട്ടോ. പകരം നമ്മൾ ഇങ്ങനെയാണ് പിടിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അളവെടുത്ത് കഴിഞ്ഞിട്ട് തുന്നിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ളതാണ് കേട്ടോ. മേക്കപ്പ് സെയിം ആണെങ്കിൽ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഏതെങ്കിലും ഓണം ഫംഗ്ഷന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഓഫീസിലുള്ള ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് ഒരുങ്ങണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടിഷ്യൂ സാരി എടുക്കാം. അതുപോലെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ ഇതിപ്പോ ബനാറസി സിൽക്ക് ആണ് കേട്ടോ. ബൂട്ടാസ് ഉള്ള ബനാറസി സിൽക്ക് ആണ്. അപ്പൊ ഇതില് പഫ് സ്ലീവ്സും അതേപോലെ ബാക്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള കട്ട് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ടിഷ്യൂ സാരി. പിന്നെ ബൺ ഹെയർ സ്റ്റൈലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മുല്ലപ്പൂ വെക്കുക. പിന്നെ ആക്സസറീസ് എടുത്ത് പറയണം, നല്ല രസമായിട്ടുള്ള പാലക്ക മാലയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള കാണാനായിട്ട്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള പാലക്ക കമ്മല്, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ലുക്ക് കംപ്ലീറ്റ്ലി മാറി. ഞാൻ വേറെ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. മേക്കപ്പ് ഒക്കെ എക്സാക്ട്ലി സെയിം ആണ്. അപ്പൊ നമുക്ക് ഒക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഔട്ട്ഫിറ്റ് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ഏതാണെങ്കിലും മേക്കപ്പ് ഇതാ ഏതിന്റെ ഒപ്പം ചേർന്ന് പോണതാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്കിനി നാളെ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്, ഓണം റിലേറ്റഡ് വീഡിയോ ആയിട്ട്. നമ്മുടെ അത്തം പുത്തനും പൊന്നോണം സീസൺ 8 2ാമത്തെ വീഡിയോ ആയിട്ട്. അപ്പൊ കാണാം. ബൈ.